ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്നവർ പലതരത്തിലുള്ള മാനസിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നതായി കാണാം. ഇങ്ങനെ നിങ്ങളുടെ പാർട്ണറോ അതോ നിങ്ങളോ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന പല സാഹചര്യങ്ങളിലും ഇവർ അത് തമാശയാക്കി മാറ്റുകയും നീ എന്ത് സെൻസിറ്റീവാ, നീ എന്ത് മണ്ടിയാ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നിനക്കെന്താ ഭ്രാന്താണോ എന്നൊക്കെ ചോദിച്ച് അവർ നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ തിരിഞ്ഞു നടക്കുന്നതായി കാണാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ ഇവർ ഒരു ബുദ്ധിജീവികളെ പോലെ പെരുമാറും. നിങ്ങൾ വൈകാരികമായ ഒരു കാര്യം ഇവരോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു മറുപടി തരാതെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ വായിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിദ്ധാന്തമോ ഒക്കെ ആയിരിക്കും ഇവർ മറുപടിയായി നൽകാറ്. ഇങ്ങനെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകൾ 3 തരത്തിലുണ്ട്. ഒന്നാമതായി ഇമോഷണലി അൺഅവൈലബിൾ ജസ്റ്റർ എന്ന് പറയാം. ഇത്തരക്കാർ ഏറെ തമാശക്കാരായിരിക്കും. തമാശ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള തമാശകളല്ല. നിങ്ങൾ വൈകാരികമായ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ ഇമോഷണൽ നീഡ്സിനെ കളിയാക്കുന്ന രീതിയിലായിരിക്കും പ്രതികരിക്കാറ്. രണ്ടാമതായി ഇമോഷണലി അൺഅവൈലബിൾ ഫിക്സർ എന്ന് പറയാം. നിങ്ങൾ വൈകാരികമായ കാര്യങ്ങൾ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഇത്രയുള്ള പ്രശ്നം, ഇതിനാണോ നീ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുന്നത്, ഇതിപ്പോൾ തന്നെ തീർത്തേക്കാം എന്ന മട്ടിൽ അവർ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും. മൂന്നാമതായി ഇമോഷണലി അൺഅവൈലബിൾ കൗൺസിലർ എന്ന് പറയാം. ഇത്തരക്കാരുടെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുമ്പോൾ അതാണ് ജീവിതം, നമ്മൾ ഇത്രയൊക്കെയല്ലേ അനുഭവിക്കുന്നുള്ളൂ, നീ മറ്റുള്ളവരെയൊക്കെ നോക്കൂ എന്ന് പറഞ്ഞ് അവർ നിങ്ങളുടെ വായടച്ചേക്കാം. ഇത്തരക്കാർക്ക് കുടുംബക്കാർക്കിടയിൽ നല്ല പ്രതിച്ഛായയാണ്. പലപ്പോഴും നിങ്ങളാണോ തെറ്റുകാരെന്ന് നിങ്ങൾക്ക് സ്വയം സംശയം തോന്നുന്ന അവസ്ഥയിലേക്ക് ഇവർ നിങ്ങളെ കൊണ്ട് എത്തിച്ചേക്കാം. നിത്യജീവിതത്തിലെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കി സ്വയം തിരുത്താൻ സാധിച്ചാൽ നമ്മുടെയൊക്കെ കുടുംബജീവിതം ഏറെ മനോഹരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിന് ശ്രമിച്ചിട്ടും സാധിച്ചില്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ സഹായം സീക്ക് ചെയ്യുന്നത് ഒരുപാട് സഹായകരമാകും.